Hi dear friends, welcome to our channel The Kids Eduzone. Today we are going to discuss the chapter The Rightful Inheritors of the Earth. Okay, ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കൃതിയുടെ ഒരു സ്ലൈറ്റ് അഡാപ്റ്റേഷൻ ആണ് നമുക്ക് പഠിക്കുവാൻ വേണ്ടി ഇതിനകത്ത് തന്നിരിക്കുന്നത്. അതിന്റെ ഒരു റിവ്യൂ നമ്മുടെ ചാനൽ തന്നെ വീഡിയോ ആയി നൽകിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഇൻ ദിസ് വീഡിയോ ദി ആൻസേഴ്സ് ഫോർ ദ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് and also the answers for the part let's revisit the story are given. Hope you will find it useful. Okay, if you like the class, please like and subscribe our channel and share this video and channel to your friends. Okay, let's see the textual questions first. What is the first question? Yes, why did the author feel happy? നമ്മുടെ ലേഖകന് സന്തോഷം തോന്നിയത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് കാര്യം അല്ലെ. അപ്പൊ നമ്മൾ പറയുന്നുണ്ട്, ആദ്യത്തെ ഭാഗത്ത് കാണുന്നുണ്ടല്ലേ, അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഭൂമിയുടെ ഒരു ചെറിയ ഭാഗത്തിന്റെ അവകാശിയായി മാറി ഞാനും എന്നതാണ് അദ്ദേഹത്തിന്റെ സന്തോഷത്തിന്റെ കാരണം അല്ലെ. ഓക്കെ, ലെറ്റ്സ് സീ ദി ആൻസർ. ദി ഓഥർ ബിക്കെയിം ദി ഓണർ ഓഫ് എ ടൈനി ലിറ്റിൽ പീസ് ഓഫ് ദിസ് വൈഡ് എർത്ത്. ഇറ്റ് വാസ് എ 2 acre പ്ലോട്ട്, സോ ഹി ബിക്കെയിം ഹാപ്പി. ഓക്കെ, അതായത് ഓഥർ എന്ത് ചെയ്തു, ലേഖകൻ എന്ത് ചെയ്തു, എഴുത്തുകാരൻ ഈ വിശാലമായ ഭൂമിയിൽ നിന്നും ഒരു ചെറിയ തുണ്ട് ഭൂമിയുടെ ഒരു ചെറിയ തുണ്ട് ഭാഗത്തിന്റെ അവകാശിയായി മാറി അല്ലെ. 2 ഏക്കർ വരുന്ന വസ്തുവിന്റെ അവകാശിയായി മാറി. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം വളരെ സന്തോഷം അനുഭവപ്പെടുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ബട്ട് ദെൻ കെയിം ദി ട്രെസ്പാസേഴ്സ്. ഹൂ വേർ ദി ട്രെസ്പാസേഴ്സ് അല്ലെ. ട്രെസ്പാസേഴ്സ് എന്ന് പറയുന്നത്, ട്രെസ്പാസേഴ്സ് എന്ന് പറഞ്ഞാൽ അതിക്രമിച്ചു കയറുന്നവർ അല്ലേ. ആരെയാണ് ഇവിടെ ഈ ട്രെസ്പാസേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ആരെയാണ് നമുക്കറിയാം അല്ലേ. അതായത് ലേഖകന്റെ, നമ്മുടെ ബഷീറിന്റെ ഭൂമിയിലേക്ക് കടന്നു വന്ന പക്ഷികളും മൃഗങ്ങളും എല്ലാത്തിനെയും കൂടെ ചേർത്താണ് അദ്ദേഹം എന്ത് പറയുന്നത്, ട്രെസ്പാസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ ദി ആൻസർ. The trespassers were the birds and animals that came to the author's plot. They were birds, butterflies, crows, hags, mongooses, foxes, rats, bats and a cobra. ഓക്കെ, നമ്മൾ അവയുടെ പേര് ഏതൊക്കെയാണ് ആ ട്രെസ്പാസേഴ്സ് എന്ന് കൂടി നമ്മൾ എഴുതുന്നു. ഓക്കെ, വാട്ട്സ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? വൈ ഡിഡ് ദി ഓഥർ കോൾ ദി ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ് ട്രെസ്പാസേഴ്സ്? അതായത് തൻ്റെ പറമ്പിലേക്ക് വന്നവരെ ട്രെസ്പാസേഴ്സ് എന്ന് വിളിക്കാൻ കാരണമെന്ത്? എന്താകും കാരണം? അവരെന്നും തന്നെ പെർമിഷൻ ഇല്ലാതെയാണ് വന്നത് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാം? They didn't care about the fence and boundary and entered the compound without his permission. അല്ലെ, എന്ത് ചെയ്തിരിക്കുന്നു, അവിടെ വേലി വെച്ചിരിക്കുന്നതോ അതിർത്തി കെട്ടിരിക്കുന്നതോ ഒന്നും അവർ കണക്കാക്കാതെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ലേഖകന്റെ അല്ലെങ്കിൽ ബഷീറിന്റെ പെർമിഷൻ ഇല്ലാതെ, അനുവാദമില്ലാതെയാണ് എന്ത് ചെയ്തത്, അവര് അവരുടെ പുരയിടത്തിനകത്തേക്ക് കടന്നു വന്നത്. അതുകൊണ്ടാണ് ട്രെസ്പാസേഴ്സ്, അതിക്രമിച്ചു കയറുന്നവർ എന്ന് ഇവരെ ആര് വിളിക്കുന്നത്, നമ്മുടെ ലേഖകൻ വിളിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? വിച്ച് വേർഡ്സ് ആർ യൂസ്ഡ് ബൈ ദി ഓഥർ ടു ഡിസ്ക്രൈബ് ദി കോബ്ര? കോബ്രയെ അല്ലെ, അല്ലെങ്കിൽ മൂർഖൻ പാമ്പിനെ വിവരിക്കാൻ വേണ്ടി എന്തൊക്കെ വാക്കുകളാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് പാമ്പിനെ കുറിച്ച് നമ്മുടെ ബഷീർ പറയുന്നത്? നോക്കാം, എന്താ പറയുന്നത്? ആ ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട് അല്ലെ. എ ഫ്യൂസ് ക്രിയേച്ചർ വിത്തൗട്ട് പോസ് ഓർ വിങ്സ്, ഡിഗ്നിഫൈഡ് മെജസ്റ്റിക് വിത്ത് ഇറ്റ്സ് ഹൂഡ് സ്പ്രെഡ് ഔട്ട്. അല്ലെ, എന്ത് ചെയ്തിരിക്കുന്നു, ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുന്ന പാമ്പിനെയാണ് എന്ത് ചെയ്യുന്നത്, എ ഫ്യൂസ് ക്രിയേച്ചർ വിത്തൗട്ട് പോസ് ഓർ വിങ്സ് എന്ന് ആര്, ബഷീർ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, വാട്ട്സ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? But where could it go? Why didn't the cobra go to some other places? ബഷീർ എന്നെ ചോദിക്കുകയാണ്, ഇവിടെ അല്ലാതെ വേറെ എവിടെ പോകും അല്ലെ. അങ്ങനെ ചോദിക്കാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് മറ്റിടങ്ങളിലേക്ക് അവന് പോകാൻ പറ്റാത്തത് എന്ന് ബഷീർ തന്നെ പറയുന്നുണ്ട് അല്ലേ. യെസ്, the answer, let's see the answer. The writer says that the cobra can't or cannot go to some other place because the whole earth had been taken by man. എന്താ കാരണം? ഈ ഭൂമി മുഴുവൻ ബിറ്റ് ബൈ ബിറ്റ് എന്ന് പറയുന്നല്ലേ, തുണ്ടുകളായി എന്ത് ചെയ്യുകയാണ്, മനുഷ്യൻ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ലേഖകൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ പറയുന്നത് ദ കോബ്ര കാന്റ് ഗോ ടു സം അതർ പ്ലേസ് എന്ന് പറയുന്നത് അല്ലെ. നൗ ദി സിക്സ്ത് ക്വസ്റ്റ്യൻ. വാട്ട്സ് ദ സിക്സ്ത് ക്വസ്റ്റ്യൻ? വൈ ഡിഡ് ഗോഡ് ക്രിയേറ്റ് എ വെറൈറ്റി ഓഫ് തിങ്സ് ഇൻ ദിസ് യൂണിവേഴ്സ്? ഈ പ്രപഞ്ചത്തിൽ വ്യത്യസ്തങ്ങളായ തരത്തിലുള്ള സാധനങ്ങളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിനാണ് അങ്ങനെ അദ്ദേഹം ചിന്തിക്കുന്നത് എന്നതാണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, how can we write the answer? The God created a variety of things in this universe for the use of all creatures. അതായത് വ്യത്യസ്തങ്ങളായ വസ്തുക്കളെ സൃഷ്ടിച്ചിരിക്കുന്നത്, അവയ്ക്കെല്ലാം തന്നെ ഭൂമിയിൽ സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, എല്ലാ ജീവജാലങ്ങൾക്കും അവയെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ ദി യൂസ് ഓഫ് ഓൾ ക്രിയേച്ചേഴ്സ് ഇൻ ദിസ് യൂണിവേഴ്സ്. ഓക്കെ, വാട്ട്സ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ?
വൈ ഡിഡ് ദി ഓതർ തിങ്ക് ഓഫ് എ സയന്റിഫിക് വേ ഓഫ് ലിവിങ്? ലേഖകൻ പറയുകയാണ് അല്ലേ, അല്പം ശാസ്ത്രീയമായ ജീവിത രീതി നമുക്കുണ്ടാവേണ്ടതുണ്ട്. എന്താണ് അദ്ദേഹം അങ്ങനെ ചിന്തിക്കാൻ കാരണം അല്ലെ? നമുക്ക് അങ്ങനെ ഉത്തരം എഴുതാം. യെസ്, ദി ഓതർ തോട്ട് ഓഫ് എ സയന്റിഫിക് വേ ഓഫ് ലിവിങ് because he wanted to live without killing any living creature. അതായത് എന്ത് ചെയ്യുന്നു, തൻ്റെ ഭൂമിയിൽ തന്നോടൊപ്പം ജീവിക്കുന്ന മറ്റുള്ളവയെ ഒന്നിനെയും ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ കൊല്ലാതെ എന്ത് ചെയ്യണം, തനിക്ക് ജീവിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എന്തിനുള്ള സമയമായി, ഒരു സയന്റിഫിക് വേ ഓഫ് ലിവിങ് അതിനുള്ള സമയമായി എന്ന് പറയുന്നു അല്ലെ. അപ്പൊ നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കണം, മറ്റൊന്നിനെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല അല്ലെ. അപ്പൊ ആ തരത്തിലുള്ള ഒരു ശാസ്ത്രീയമായ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സയന്റിഫിക് വേ ഓഫ് ലിവിങ് ആയിരിക്കണം, ശാസ്ത്രീയമായ ജീവിത രീതികൾ ആയിരിക്കണം. ഓക്കെ, ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ വെയർ ഡിസ്ട്രോയിങ് ദി കോക്കനട്ട്സ്? അല്ലെ, ആരാണ് ആ തേങ്ങകൾ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരുന്നത്? നമുക്കറിയാം അല്ലെ. ആദ്യം എന്ത് ചെയ്യുന്നു, ബഷീർ ചിന്തിക്കുന്നത് ആരാണ്, മൂങ്ങകളെയാണ്. എല്ലാവരും ഓൾസിനെയാണ് എന്ത് ചെയ്തത്, സംശയിച്ചത്. പക്ഷെ ആരായിരുന്നു യഥാർത്ഥ കൾപ്രിറ്റ് അല്ലെ? ലെറ്റ്സ് സീ ദി ആൻസർ. ദി ബാറ്റ്സ് വെയർ ഡിസ്ട്രോയിങ് ദി കോക്കനട്ട്സ്. ആരായിരുന്നു? ബാറ്റ്സ്, വവ്വാലുകളാണ് എന്ത് ചെയ്തിരുന്നത് അല്ലെ, ഈ തേങ്ങ മുഴുവൻ നശിപ്പിച്ചു കൊണ്ടിരുന്നത്. വാട്ട്സ് ദ നയൻത് ക്വസ്റ്റ്യൻ? ദ ഗൺ ഈസ് എ സിംബൽ ഓഫ് ക്രൂവൽറ്റി. വാട്ട് ഡസ് ദി ഓതർ സേസ് അബൌട്ട് ഗൺ? അല്ലെ, തോക്കെന്ന് പറയുന്നത് സിംബൽ ഓഫ് ക്രൂവൽറ്റി ആണ്, ക്രൂരതയുടെ പ്രതീകമാണ്. എന്താണ് ബഷീറിന് തോക്കിനെ കുറിച്ച് ബഷീർ പറയുന്നത് അല്ലെ? അദ്ദേഹം പറയുന്നുണ്ട് തോക്കുകൾ കണ്ടുപിടിക്കാനേ പാടില്ലായിരുന്നു. ഐ ക്യാൻ ബി റൈറ്റ് ദി ആൻസർ. ലെറ്റ്സ് സീ. The author says that the guns should never have been invented. Should never have been invented. ഇല്ലേ, ഈ തോക്കുകൾ ഒരിക്കൽ പോലും കണ്ടുപിടിക്കാൻ പാടില്ലായിരുന്നു അല്ലെ, തോക്കുകൾ കണ്ടുപിടിക്കാനേ പാടില്ലായിരുന്നു എന്നാണ് ബഷീറിന്റെ അഭിപ്രായം. ഓക്കെ, നമ്മളത് കാണുന്നതാണ്. Now the 10th question. Where were the bats found in large numbers? വവ്വാലുകളെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ പറയുന്നുണ്ടല്ലേ, വവ്വാലുകൾ എവിടെയാണ് കാണപ്പെടുന്നത് അല്ലെ, അമ്പലത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ഓർമ്മയുണ്ടല്ലോ കൂട്ടുകാർക്ക്? നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ ദി ആൻസർ. The bats were seen on a pair of banyan trees near an old temple on a little island nearby. അടുത്തുള്ള ഒരു ദ്വീപിൽ, ഒരു ഐലൻഡിൽ എന്തുണ്ട്, ഒരു പഴകിയ അമ്പലമുണ്ട്, ഒരു പഴയ അമ്പലമുണ്ട്. അതിന്റെ അടുത്തായിട്ട് ബനിയൻ ട്രീസ്, ആൽമരങ്ങളുണ്ട്. പെയർ ഓഫ് ബനിയൻ ട്രീസ് അല്ലെ, 2 ആൽമരങ്ങളുണ്ട്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ വവ്വാലുകൾ മുഴുവൻ കാണപ്പെടുന്നത്. The bats were seen on a pair of banyan trees near an old temple on a little island nearby. Okay, now the last question. Why did the people not allow them to kill the bats? അല്ലെ, ഭാര്യയും കസിനും കൂടെ എന്ത് ചെയ്യുന്നു, തോക്കുമായിട്ട് അവിടെ പോയിട്ട് പെട്ടെന്ന് രക്ഷപ്പെട്ടു അല്ലെ, ജീവനോടെ രക്ഷപ്പെട്ടതിന് ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ഭാര്യ മടങ്ങി വരുന്ന അറിയാമല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് അവിടെയുള്ള ആൾക്കാര് ആ വവ്വാലുകളെ കൊല്ലാൻ വേണ്ടി സമ്മതിക്കാതിരുന്നത്, അനുവദിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ്? നമുക്കറിയാമല്ലോ, അവർ പറയുന്നത് അവരുടെ അല്ലെ പൂർവികരുടെ ആത്മാക്കളാണ് എന്ന് പറയുന്നുണ്ട്. How can we write the answer? The people believe that the bats are the souls of their ancestors. തങ്ങളുടെ പൂർവികരുടെ ആത്മാക്കളാണ് ഈ വവ്വാലുകൾ എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. Now let's see the answers for the next part. That is, let's revisit the story. There we have 3 questions. What is the first question? Let's see. The first question is, they did not seem to care for anyone in the world, not even the government. Who are the they referred to? അതായത് ലോകത്ത് ഒന്നിനെയും അവർ, സർക്കാരിനെ പോലും ഗവൺമെന്റിനെ പോലും അവർ ശ്രദ്ധിക്കാറില്ല അല്ലെ. ഈ അവർ എന്ന് പറയുന്നത് ആരെ പറ്റിയാണ് അല്ലെ? അതായത് കഥയുടെ തുടക്ക ഭാഗത്ത് ബഷീർ പറയുന്നുണ്ട് അല്ലെ, പക്ഷികളും മറ്റുകളൊക്കെ വീട്ടിലേക്ക് വരുന്നു, എന്താണ്, അവർ ട്രസ്പാസേഴ്സ് ആണ്. അപ്പൊ അവരെന്ന് പറയുന്നത് ആരാണ്? ഈ ഇങ്ങനെ അനധികൃതമായിട്ട് കടന്നു വരുന്നവരെ പറ്റിയാണ് ബഷീർ ഉദ്ദേശിക്കുന്നത്. അതായത് പക്ഷികളും മൃഗങ്ങളും ഒക്കെയാണ് അല്ലെ. അപ്പൊ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? Can we raise the answer? Let's see. The they referred to the trespassers who entered the author's compound without any permission. അല്ലെ, തന്റെ അനുവാദമില്ലാതെ തന്റെ പറമ്പിലേക്ക് കടന്നു വരുന്നവരെയാണ്, ട്രസ്പാസേഴ്സിനെയാണ്, അനധികൃതമായി കടന്നു വരുന്നവരെയാണ് ഇവിടെ ദേ എന്നതുകൊണ്ട് ആരുദ്ദേശിക്കുന്നു? നമ്മുടെ ലേഖകൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, വാട്ട്സ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഗോഡ് ഹാസ് മെയ്ഡ് ദം ഫോർ ഓൾ ദി ക്രിയേച്ചേഴ്സ് ആൻഡ് വി ഹാഡ് ബെറ്റർ റിമെമ്പർ ദാറ്റ് ഒക്കേഷണലി. വാട്ട് മെസ്സേജ് ഡു യു ഗെറ്റ് ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്? അതായത് മുഴുവൻ ജീവജാലങ്ങളെയും നിർമ്മിച്ചിരിക്കുന്നത് എന്ത് ചെയ്തിരിക്കുന്നു? നമ്മൾ ദൈവം സൃഷ്ടിക്കുന്നത് അത് എല്ലാവർക്കും വേണ്ടിയാണ്. നമ്മളത് ഒക്കേഷണലി, ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഓർമ്മിക്കണം. അതായത് ഈ ഭൂമിയിൽ എല്ലാവർക്കും സ്ഥാനമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ഓർമ്മിക്കണം എന്നാണ് ഈ ബഷീർ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം? How can we write the answer? Yes.
The variety of things in this universe are made for all the creatures. This earth doesn't belong to us alone. അതായത് ഇവിടെ ഓരോന്നിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയാണ്, അല്ലെ? ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ഭൂമിയിൽ ചൂടും പ്രകാശവും, ബഷീർ തന്നെ പറയുന്നുണ്ടല്ലേ, ചൂടും പ്രകാശവും അല്ലെ തേനും പഴങ്ങളും എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് മറ്റു ജീവജാലങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ദിസ് എർത്ത് ഡസന്റ് ബിലോങ് ടു അസ് എലോൺ, ഡസന്റ് ബിലോങ് ടു ഹ്യൂമൻ ബീയിങ്സ് എലോൺ, അല്ലെ? അസ് എന്ന് പറയാൻ ഹ്യൂമൻ ബീയിങ്സ്, നമുക്ക് മാത്രമുള്ളതാണോ? അല്ല. ദിസ് എർത്ത് ഡസന്റ് ബിലോങ് ടു അസ് എലോൺ, നമുക്ക് വേണ്ടി മാത്രമുള്ളത് അല്ല എന്ന സന്ദേശമാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു സന്ദേശമാണ് നമ്മൾ ഈ പാഠഭാഗത്തുനിന്ന് തന്നെ എടുക്കേണ്ടത്. ഓക്കെ, വാട്ട്സ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ലെറ്റ്സ് സീ. We can shoot the bats, the foxes and the polecats with a gun. Do you think what the author's wife says is right? If so, justify your answer. അതായത് തോക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ബാറ്റ്സിനെ, ഫോക്സസിനെ, പോൾക്യാറ്റ്സിലെ വെരുകിനെയൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് വെടിവെക്കാമെന്നാണ് ബഷീറിന്റെ ഭാര്യ പറയുന്നത്. അതിനുവേണ്ടി കസിനെ ഏർപ്പാടാക്കുകയും ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ പറയുന്നത് ശരിയാണോ എന്നുള്ളതാണ്. അങ്ങനെ ശരി അല്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ശരിയല്ല എന്ന് നമുക്ക് പറയാം, അല്ലേ? അതായത് എല്ലാത്തിനെയും കൊല്ലാനുള്ള ഒരു റൈറ്റ് നമുക്കുണ്ടോ? അങ്ങനെ എല്ലാവരെയും ഇല്ല, അല്ലെ? അപ്പൊ എല്ലാ ജീവജാലങ്ങൾക്കും എന്തുണ്ട്? ഈ ഭൂമിയിൽ അവരുടെ സ്ഥാനമുണ്ട് എന്നാണ് നമ്മൾ പാഠം പഠിച്ചു തീരുമ്പോൾ ആ ഒരു അഭിപ്രായത്തിൽ വേണം നമ്മൾ എത്തി നിൽക്കാൻ. അല്ലാതെ കൊല്ലുന്നത് ശരിയാണെന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല, അല്ലെ? അപ്പോൾ കൊല്ലാൻ പാടില്ല, മറ്റുള്ളവരെ അല്ലെങ്കിൽ മറ്റുള്ള ജീവജാലങ്ങൾക്ക് കൂടി ഇവിടെ ജീവിക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്ന തരത്തിൽ വേണം നമ്മൾ ആൻസർ എഴുതാൻ. നമുക്ക് എങ്ങനെ എഴുതാം? No, I don't think she's right. This earth does not belong to human beings alone. Everything in this world has a right to live. So we have no right to kill the other creatures. ഓക്കെ, അതായത് ബഷീറിന്റെ ഭാര്യ പറയുന്നത് ശരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ദിസ് എർത്ത് ഡസന്റ് ബിലോങ് ടു ഹ്യൂമൻ ബീയിങ്സ് എലോൺ. ഈ ഭൂമി മനുഷ്യന് മാത്രം അവകാശപ്പെട്ടത് അല്ല. എവറിത്തിങ് ഇൻ ദിസ് വേൾഡ് ഹാസ് എ റൈറ്റ് ടു ലിവ്, അല്ലെ? ഈ ഭൂമിയിലുള്ള എല്ലാറ്റിനും, എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ സ്ഥാനമുണ്ട്. ജീവനുള്ളവയ്ക്കും ജീവൻ അല്ലാത്തവയ്ക്കും സ്ഥാനമുണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെ? അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസും ഉണ്ട്. നമ്മൾ ആദ്യം പാഠത്തിന്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ കൈവിരലുകളെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ എവറിത്തിങ് ഇൻ ദിസ് യൂണിവേഴ്സ് ഹാസ് ഇറ്റ്സ് ഓൺ സ്പേസ് ഹിയർ, അല്ലെ? ഓരോന്നിനും അതിൻ്റെതായ സ്ഥാനമുണ്ട്. സോ we have no right to kill the other creatures. So മറ്റു ജീവജാലങ്ങളെ കൊല്ലണമെന്ന ഭാര്യയുടെ അഭിപ്രായം ശരിയല്ല. Okay, so dear friends, that's all for now. The answers for the activities will be given in the next video. Okay, till then, stay safe. Bye. Thank you.